നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ചാലക്കുടി ITI അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക്. പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി ഓൺലൈനായി നിർവഹിച്ചു. ചാലക്കുടി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം റവന്യൂ മന്ത്രി K. രാജൻ നിർവഹിച്ചു. മനക്കുളങ്ങര കൃഷ്ണവിലാസം UP സ്കൂൾ വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും നടത്തി. കൊടകര വല്ലപ്പാടി ദേവമാതാ ദേവാലയത്തിലെ വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ അമ്പു തിരുനാളിന് കൊടിയേറി. അതിരപ്പിള്ളിയിൽ മസ്തകത്തിൽ പരിക്കേറ്റ് കോടനാട് ചികിത്സയിലായിരുന്ന കൊമ്പൻ ചരിഞ്ഞു. വിശദമായ വാർത്തകളിലേക്ക്. ചാലക്കുടി ITI അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക്. പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി ഓൺലൈനായി നിർവഹിച്ചു. MP ബെന്നി ബഹന്നാൻ നിലവിളക്ക് കൊളുത്തി ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. MLA സനീഷ് കുമാർ ജോസഫ് അധ്യക്ഷത വഹിച്ചു. 25,460 ചതുരശ്ര അടി വിസ്തീർണത്തിൽ അന്താരാഷ്ട്ര നിലവാരത്തിൽ നവീന രീതിയിൽ വർക്ക്ഷോപ്പുകൾ, സ്മാർട്ട് ക്ലാസുകൾ, ആധുനിക സൌകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നു. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മാണം. നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ MM അനിൽകുമാർ, വാർഡ് കൌൺസിലർ ബിന്ദു ശശികുമാർ, പ്രതിപക്ഷ നേതാവ് CS സുരേഷ്, പ്രതിനിധികളായ VO പൈലപ്പൻ, പ്രിൻസിപ്പൽ സൌജ MA, വൈസ് പ്രിൻസിപ്പൽ രാജേഷ് V. ചന്ദ്രൻ, ഷീജ PV തുടങ്ങിയവർ പ്രസംഗിച്ചു. പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ 8.3 കോടി തുകയ്ക്കുള്ള കെട്ടിടം നിർമ്മാണത്തിന് 2020 അന്നത്തെ തൊഴിലുവകുപ്പ് മന്ത്രി ശ്രീ TP രാമകൃഷ്ണൻ അവർ തറക്കല്ലിട്ടിരുന്നു. എന്നാൽ സാങ്കേതിക അപാകതകൾ മൂലം നിർമ്മാണ പ്രവൃത്തികൾ അക്കാലത്ത് ആരംഭിക്കുവാൻ കഴിയുന്നില്ല. ഈ പദ്ധതിക്കാണ് നിലവിൽ അടവ് തുക 29.185 കോടി. കണക്കിന് ഒന്നാം ഘട്ട നിർമ്മാണത്തിന് 11.259 കോടി ഉള്ള സാമ്പത്തിക നമുക്കെല്ലാവർക്കും വളരെ സന്തോഷമുണ്ട്. LPക്കുണ്ടാകുന്ന വളർച്ചയും ഉയർച്ചയും കേരളത്തിൻ്റെ ആദ്യകാലഘട്ടത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിനും സാങ്കേതിക വിദ്യാഭ്യാസം വേദിയിലെ മാതൃകയായ രാഷ്ട്രീയ പാർട്ടികളുടെ ചാലക്കുടി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം റവന്യൂ മന്ത്രി നിർവഹിച്ചു. MLA സനീഷ് കുമാർ ജോസഫ് അധ്യക്ഷനായി. KK രാമചന്ദ്രൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് തുടങ്ങിയവർ പങ്കെടുത്തു. കേരള സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും 2 കോടിയിലധികം രൂപ ചിലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. ചാലക്കുടി ഉപജില്ലയുടെ കീഴിൽ വരുന്ന 75ഓളം വിവിധ LP, UP ഹൈസ്കൂളുകളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് ഇവിടെ നിന്നാണ്. 7,500-ലധികം ചതുരശ്രടി വിസ്തീർണത്തിൽ 2 നിലകളിലായിട്ടാണ് ഓഫീസ് നിർമ്മാണം. വിദ്യാഭ്യാസ ഉപഡയറക്ടർ AK അജിതകുമാരി ഉപഹാര സമർപ്പണം നടത്തും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ വേണു കണ്ഠരുമഠത്തിൽ, വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ മായ ശിവദാസൻ, KP ജെയിംസ്, KK റിജേഷ്, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ MM അനിൽകുമാർ, ബിജു S. ചിറയത്ത്, പ്രീതി ബാബു, വാർഡ് കൌൺസിലർ നിത പോൾ, മറ്റു ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ VO പൈലപ്പൻ, രാജേഷ് പിഷാരിക്കൽ, സിബി വട്ടലായി, അനിൽ തോട്ടവീഥി, അധ്യാപക പ്രതിനിധി KM അനിലാഷ് മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ സ്വാഗതവും ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ നിഷ PB നന്ദിയും അറിയിച്ചു. സമ്മേളനത്തിനു ശേഷം അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും രക്ഷകർത്താക്കളുടെയും വിവിധ കലാപരിപാടികൾ ഉണ്ടായിരുന്നു. വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസ് വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ അവരുടെ തന്നെ സ്വന്തം സ്ഥലത്ത് നിർമ്മിച്ചിട്ടുള്ള ഓഫീസ് വളരെ മനോഹരമായിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഒരു ഉപജില്ലാ ഓഫീസിന്റെ എല്ലാ കാര്യങ്ങളും നിർവഹിക്കാൻ പര്യാപ്തമാകുന്ന വിധത്തിൽ വിശാലമായി അതുണ്ടായിട്ടുണ്ട്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ എല്ലാവരെയും
സ്നേഹപൂർവ്വം ഞാൻ സർക്കാരിന് വേണ്ടി അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ എത്തിച്ചേരേണ്ട, നിർബന്ധമായും എത്തിച്ചേരണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്ന പ്രിയപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ മനക്കുളങ്ങര കൃഷ്ണവിലാസം UP സ്കൂൾ വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും നടത്തി. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് MD ദേവരാജ് അധ്യക്ഷനായി. സ്കൂൾ മാനേജർ B സദാനന്ദൻ, പ്രധാന അധ്യാപിക PS സീമ, ട്രസ്റ്റ് പ്രസിഡന്റ് ദിനേശ് പരമേശ്വരൻ, ട്രസ്റ്റ് സെക്രട്ടറി രേണു കലാധരൻ, OSTA പ്രസിഡന്റ് MM പ്രതാപൻ, സ്കൂൾ ലീഡർ KL മേഘതാര എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. സാമൂഹിക അസമത്വങ്ങൾ നിലനിന്നിരുന്ന ഒരു കാലഘട്ടം, വിദ്യാഭ്യാസത്തിലൂടെയാണ് ഒരു സാമൂഹ്യ നവോത്ഥാനത്തിന്, നമ്മുടെ നാടിന്റെ വളർച്ചയ്ക്ക് ഒക്കെ കാരണമായത്. ആ ഒരു തലത്തിൽ നമ്മുടെ ഈ വിദ്യാലയം നൽകിയ വലിയ സംഭാവനകൾ, നൂറുകണക്കിന് വിദ്യാർത്ഥികൾ നമ്മുടെ നാടിനും നാടിന് പുറത്തുമൊക്കെ ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിച്ചുകൊണ്ട് ഇന്ന് ജോലി ചെയ്യുന്നു. ഒരു UP സ്കൂളിനെ സംബന്ധിച്ച് ഇത്രയും ദീർഘദൂരം ഉള്ളൊരു സഞ്ചാരം എന്ന് പറഞ്ഞാൽ, അതും ഇത്രയധികം കുട്ടികളുമായിട്ടുള്ള സഞ്ചാരം വളരെയധികം തന്നെ നമ്മൾ എന്താ പറയുക, പ്രശംസ അർഹിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഇന്ന് പല സ്കൂളുകളും ഇപ്പോൾ 25 കുട്ടികളിൽ താഴെയുള്ള എണ്ണമുള്ള സ്കൂളുകൾ വരെ ഒരുപാടുണ്ട്. അപ്പോൾ നമ്മുടെ സ്കൂളിന്റെ പ്രസക്തി എന്ന് പറയുന്നത് കൊടകര വല്ലപ്പാടി ദേവമാതാ ദേവാലയത്തിലെ വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ അമ്പു തിരുനാളിന് കൊടിയേറി. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയ വികാരി ഫാദർ ജേസൺ കരിപ്പായി കാർമ്മികത്വം വഹിച്ചു. ഇടവക വികാരി ഫാദർ സജി വലിയ വീട്ടിൽ, കൈക്കാരന്മാരായ ജോൺസൺ കാച്ചപ്പള്ളി, പോളി കണ്ണൂക്കാടൻ, ആന്റു ആരോദ, തിരുനാൾ കൺവീനർമാരായ ബിജു കളത്തിങ്കൽ, റോയ് തോട്ടിയാൻ തുടങ്ങി കമ്മിറ്റി അംഗങ്ങളും വിശ്വാസികളും പങ്കെടുത്തു. ശനി ഞായർ ദിവസങ്ങളിലാണ് തിരുനാൾ ആഘോഷം. ബലവാനായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. അങ്ങയുടെ മഹത്വത്തിനും വിശുദ്ധരുടെ ബഹുമാനത്തിനുമായി ഞങ്ങൾ ഉയർത്തുന്ന ഈ പതാക പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആശീർവദിക്കണമേ. ഈ പതാക വണങ്ങുന്നവർക്കെല്ലാം അങ്ങയുടെ സഹായം ലഭിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കൊടകര സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജിൽ സർഗം 2025 കലാമേളയ്ക്ക് തുടക്കമായി. 2 ദിവസമായി നടത്തുന്ന കലാമേള മിമിക്രി താരം കലാഭവൻ ജോഷി ഉദ്ഘാടനം ചെയ്തു. എക്സിക്യൂട്ടീവ് ഡയറക്ടർ റവറന്റ് ഫാദർ ഡോക്ടർ ആന്റോ ചുങ്കത്ത് അധ്യക്ഷനായി. പ്രിൻസിപ്പൽ ഡോക്ടർ നിക്സൺ കുരുവിള, ആർട്സ് ഫാക്കൽറ്റി ഇൻചാർജ് മേഘ, കോളേജ് ചെയർമാൻ മഹേഷ് M, ജോയിന്റ് ആർട്സ് സെക്രട്ടറി ആൽഡ്രിൻ സോജൻ, മുൻ വർഷത്തെ കലാതിലകം അമൃത AA എന്നിവർ പ്രസംഗിച്ചു. ദേശീയപാതയിൽ കൊരട്ടി പെരുമ്പി ഭാഗത്ത് വെച്ച് നിയന്ത്രണം വിട്ട വാൻ 10 അടി താഴ്ചയിലേക്ക് മറഞ്ഞു. 7 പേർക്ക് സാരമായി പരിക്കേറ്റു. ഇവരെ ചാലക്കുടി സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെള്ളിയാഴ്ച രാവിലെ 7 മണിയോടുകൂടിയായിരുന്നു അപകടം. എറണാകുളത്ത് സ്വകാര്യ സ്ഥാപനത്തിലെ ക്ലീനിംഗ് തൊഴിലാളികളായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നത്. തൃശൂർക്ക് ജോലി സംബന്ധമായ കാര്യത്തിന് പോവുകയായിരുന്നു. ഡ്രൈവർ ഉറങ്ങിയതാകാം അപകടത്തിന് കാരണമെന്നാണ് പോലീസ് നിഗമനം. 7 പേരെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 3 മലയാളികളും മറ്റ് ഇതര സംസ്ഥാന തൊഴിലാളികളുമായിരുന്നു വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ദേശീയപാതയിലെ സ്ഥിരം അപകട മേഖലയാണ് പെരുമ്പി മേഖല. 2 മാസത്തിനുള്ളിൽ 20ഓളം അപകടങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. നെല്ലായി വയലൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തിന് കൊടിയേറി. തന്ത്രിമാരായ അണിമംഗലത്ത് മനക്കൽ നാരായണൻ നമ്പൂതിരി, അഴകത്ത് മനക്കൽ ത്രിവിക്രമൻ നമ്പൂതിരി എന്നിവർ കൊടിയേറ്റത്തിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ശിവരാത്രി ദിവസമായ ഫെബ്രുവരി 26 രാവിലെ 3 മണിക്ക് നട തുറക്കൽ, 4 മണിക്ക് അഷ്ടപതി, 6 മണിക്ക് ഭക്തിഗാനസുധ, 9 ശ്രീഭൂതബലി, ശീവേലി, പഞ്ചാരിമേളം എന്നിവ അരങ്ങേറും. പഞ്ചാരിമേളത്തിന് പെരുവനം സതീശന്മാരാർ നേതൃത്വം നൽകും. വൈകിട്ട് 3:30 ചാക്യാർകൂത്ത്, 5 മണിക്ക് സംഗീത കച്ചേരി, വൈകിട്ട് 6:30 ചുറ്റുവിളക്ക്, നാദസ്വരം, പടിഞ്ഞാറെ നടയിൽ എഴുന്നള്ളിപ്പ്, മേജർ സെറ്റ് പഞ്ചവാദ്യവും അരങ്ങേറും. പഞ്ചവാദ്യത്തിന് കലാമണ്ഡലം മോഹനൻ മാരാർ നേതൃത്വം നൽകും. അതിരപ്പിള്ളിയിൽ മസ്തകത്തിൽ പരിക്കേറ്റ് കോടനാട് ചികിത്സയിലായിരുന്ന കൊമ്പൻ ചരിഞ്ഞു. മസ്തകത്തിൽ പരിക്കേറ്റ നിലയിൽ അതിരപ്പിള്ളി റേഞ്ച് ഭാഗങ്ങളിൽ കണ്ട കൊമ്പനാനയെ പിടികൂടി കോടനാട് അഭയാരണ്യ ആന പരിപാലന കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയിരുന്നു. ഭക്ഷണവും വെള്ളവും രാവിലെ വരെ എടുക്കുകയും മരുന്നുകളോട് പോസിറ്റീവായി ആന പ്രതികരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ
ഡോക്ടർമാർ ചികിത്സിച്ചു വരവെ ആന പെട്ടെന്ന് കുഴഞ്ഞു വീണു. ഹൃദയാഘാതമെന്നാണ് പ്രാഥമിക നിഗമനം. പോസ്റ്റ്മോർട്ടത്തിനു ശേഷമേ വിശദവിവരങ്ങൾ അറിയാൻ സാധിക്കൂവെന്ന് വാഴച്ചാൽ ഡിഎഫ്ഒ അറിയിച്ചു. ഇന്നത്തെ സ്വർണ്ണവില സ്വർണം ഗ്രാമിന് 8,025 രൂപ, പവന് 64,200 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചാലക്കുടി ITI അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക്. പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനായി നിർവഹിച്ചു. ചാലക്കുടി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു. മനക്കുളങ്ങര കൃഷ്ണവിലാസം UP സ്കൂൾ വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും നടത്തി. കൊടകര വല്ലപ്പാടി ദേവമാതാ ദേവാലയത്തിലെ വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ അമ്പു തിരുനാളിന് കൊടിയേറി. അതിരപ്പിള്ളിയിൽ മസ്തകത്തിൽ പരിക്കേറ്റ് കോടനാട് ചികിത്സയിലായിരുന്ന കൊമ്പൻ ചരിഞ്ഞു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.